എല്ലാവർക്കും നമസ്കാരം. ഞാൻ നിങ്ങളുടെ വിപിൻ. അപ്പം ഇന്ന് പറയാൻ പോകുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ലിനക്സ്മിൻറ്റിൽ എങ്ങനെയാണ് നമ്മുടെ റീജിയണൽ ലാംഗ്വേജ് സെറ്റ് ചെയ്യുന്നത് എന്നുള്ളതാണ്. അപ്പം കഴിഞ്ഞ ദിവസം നമ്മൾ ഇതിൻ്റെ ഇൻട്രൊഡക്ഷനൊക്കെ പറഞ്ഞു. അപ്പം ഇന്നിപ്പം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാവരും ചോദിച്ചിട്ടുണ്ടായിരുന്നു ഇത് എങ്ങനെയാണ് റീജിയണൽ ലാംഗ്വേജ് സെറ്റ് ചെയ്യുന്നതെന്ന്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നേരെ മെനുവിൽ, അതായത് നമ്മുടെ ലെഫ്റ്റ് സൈഡിൽ മിൻറ്റ് ലിനക്സിൻ്റെ ലോഗോയിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ അതിൽ പ്രിഫറൻസസ് എന്ന് പറയുന്നൊരു ഓപ്ഷനുണ്ട്. അപ്പോൾ ജസ്റ്റ് അതിൽ ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം അതിനകത്തുനിന്ന് നമ്മൾ കീബോർഡ് എന്നൊരു ഓപ്ഷനുണ്ട്. അത് ജസ്റ്റ് സെർച്ച് ചെയ്ത് നോക്കുക, ഇല്ലെങ്കിൽ സ്ക്രോൾ ഡൗൺ ചെയ്താലും നമുക്ക് കാണാം. ആ കീബോർഡ് എന്ന ഓപ്ഷൻ സെലക്ട് ചെയ്യുക. അപ്പോൾ നമുക്ക് അതിൻ്റെ വേറൊരു സ്ക്രീനിലേക്ക് നമ്മൾ പോകും. അതിനകത്ത് ടൈപ്പിങ്ങിൻ്റെ സ്പീഡും ഷോർട്ട് കീസ് അങ്ങനെയുള്ള കാര്യങ്ങൾ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതിൽ ഷോർട്ട് കട്ട്സ്, അതിൻ്റെ തൊട്ടപ്പുറത്തായിട്ട് ലേഔട്ട്സ് എന്ന് പറയുന്നൊരു ടാബുണ്ട് മേളിൽ തന്നെ. ടൈപ്പിംഗ് ആണ് ഡിഫോൾട്ടായിട്ട് നമ്മൾ ഓപ്പൺ ആക്കുമ്പോൾ വരുന്നത്. അത് കഴിഞ്ഞ് ഷോർട്ട് കട്ട്സ്, ശേഷം ലേഔട്ട്സ്. അപ്പോൾ ലേഔട്ട്സ് നമ്മൾ ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ അതിനകത്ത് ബാക്കിയുള്ള സെറ്റിങ്സ് ഒന്നും നമ്മൾ മാറ്റേണ്ട കാര്യമില്ല. അപ്പോൾ ഈ സൈഡിലായിട്ടാണ് നമ്മൾ ആഡ് ചെയ്തിരിക്കുന്ന റീജിയണൽ ലാംഗ്വേജസ് വരുന്നത്. നമ്മൾ ഈ പ്ലസ് ബട്ടണിൽ, ഇതിൻ്റെ ബോട്ടം സൈഡിൽ തന്നെ ലെഫ്റ്റ് സൈഡിൽ കാണിക്കുന്നുണ്ടൊരു പ്ലസ് ബട്ടൺ. അതിൽ ക്ലിക്ക് ചെയ്യുമ്പോഴത്തേക്കിനും വേറൊരു ടാബ് വരും. അതിനകത്ത് നമുക്ക് വേണ്ടിയ ലേഔട്ട് ചൂസ് ചെയ്യാനായിട്ടുള്ളൊരു ഓപ്ഷനാണ് അതിൽ കാണിക്കുന്നത്. അപ്പോൾ നമുക്കിപ്പം വേണ്ടിയത് മലയാളമാണ്. അപ്പം ഞാൻ നമ്മുടെ റീജിയണൽ ലാംഗ്വേജ് മലയാളം കൊടുക്കുകയാണ്. അപ്പം മലയാളത്തിനകത്ത് 3 ഓപ്ഷണലായിട്ടാണ് വന്നിരിക്കുന്നത്. മലയാളം ഇൻസ്ക്രിപ്റ്റ് വിത്ത് റുപ്പി, അതായത് എന്താ പറയുക, ഇത് ഓൾഡ് സ്ക്രിപ്റ്റാണ് വരുന്നത്. അതായത് നമ്മുടെ റുപ്പിയുടെ ഇപ്പം മലയാളത്തിൽ തന്നെ 1 2 3 എഴുതുന്ന ആ ഒരു ഇതൊക്കെ വെച്ചാണ് ഈ വരുന്നത്. അത് പിന്നെ ഉള്ളതിൽ ലളിത എന്ന് പറയുന്ന ഓപ്ഷൻ. അതിൽ ലളിതയാണ് ഏറ്റവും കൂടുതൽ എന്താ പറയുക ലേറ്റസ്റ്റ് ആയിട്ടുള്ള ഫോണ്ട്. അപ്പോൾ നമുക്ക് ലളിതയിൽ സെലക്ട് ചെയ്ത ശേഷം ഈ ആഡ് പ്രസ് ചെയ്യുക. അപ്പോൾ നമ്മളുടെ ഇവിടെ ഒരു ലാംഗ്വേജ് ഇങ്ങനെ വന്നു. അപ്പോൾ നമ്മൾ ആദ്യം വെറും ഇംഗ്ലീഷ് മാത്രമാണ് ഇതിലുള്ളതെങ്കിൽ നമുക്കിവിടെ കണ്ടില്ലേ താഴെ ടാസ്ക് ബാറിൽ ഇങ്ങനെ ഒരു ഓപ്ഷൻ കാണിക്കത്തില്ല. അതായത് നെറ്റ്വർക്ക്സിൻ്റെയും ഈ സിസ്റ്റം അപ്ഡേറ്റ്സിൻ്റെയും ഇടയ്ക്കായിട്ട് ഇങ്ങനൊരു ഓപ്ഷൻ കാണിക്കത്തില്ല. അപ്പോൾ നമ്മൾ അഡീഷണൽ ഒരു ലാംഗ്വേജ് കൂടി ഇൻസ്റ്റാൾ ചെയ്തെങ്കിൽ ഈ ഓപ്ഷൻ വരത്തുള്ളൂ. അതിൽ നമ്മൾ ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോഴത്തേക്കിന് നമ്മളുടെ ബാക്കി ലാംഗ്വേജ് കൂടെ കാണിക്കും. ഇനി ഇതിന് ശേഷം നമുക്കിത് ടാബ് ക്ലോസ് ചെയ്യാം. അതുപോലെ തന്നെ മറ്റ് ലാംഗ്വേജുകളും ആഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇതുപോലെ ക്ലിക്ക് ചെയ്യുക. നമ്മുടെ ഇന്ത്യയിലുള്ള ബാക്കി ലാംഗ്വേജുകൾ കൂടെ ഇതിൽ നമുക്ക് സെർച്ച് ചെയ്ത് ആഡ് ചെയ്യാൻ പറ്റും. ഇപ്പം തമിഴാണെങ്കിൽ തമിഴ്ന്ന് ടൈപ്പ് ചെയ്യുമ്പോൾ തന്നെ ഇത്രയും വരുന്നുണ്ട്. അതുപോലെ തെലുങ്കു, കന്നഡ, അപ്പം ഇത്രയും കാര്യങ്ങൾ വരും. നമുക്കിപ്പോൾ മെയിനായിട്ട് വേണ്ട ഇംഗ്ലീഷ്, ഹിന്ദി, മലയാളമാണ്. അപ്പോൾ അത് 3 നമ്മൾ ആഡ് ചെയ്തു. ഇനിയിപ്പം നമ്മളിത് ടൈപ്പ് ചെയ്യുമ്പോൾ ഇത് വരണമെന്നുണ്ടെങ്കിൽ നമ്മുടെ ഇവിടെ സെലക്ഷനിൽ നമ്മൾ മാറ്റി അതിൻ്റെ ലേഔട്ട് മലയാളമാക്കി കൊടുക്കുക. ഇപ്പോൾ അത് മാറി മലയാളം വന്നിട്ടുണ്ട്. അതിനുശേഷം നമ്മൾ ഓഫീസിലൊക്കെ ടൈപ്പ് ചെയ്യുമ്പം ലിബ്ര ഓഫീസിൽ അത് ഓപ്പണായി വരാണ്ട് താമസമുണ്ട്. അപ്പം ഇതിൽ ടൈപ്പ് ചെയ്യുമ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് തന്നെ വരുന്നുണ്ട്. അപ്പോൾ ഇതിനകത്ത് നമുക്ക് വേണ്ടി മലയാളം ഫോണ്ട് ഇവിടെ നിന്ന് സെലക്ട് ചെയ്യുക. അതിൽ 3-4 ഉണ്ട്. അതിൽ ഏതാണോ നമുക്ക് വേണ്ടിയത് അത് സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് മലയാളത്തിൽ ടൈപ്പ് ചെയ്യാനായിട്ട് സാധിക്കും. അപ്പോൾ ഇങ്ങനെയാണ് റീജിയണൽ ലാംഗ്വേജ് സെറ്റ് ചെയ്യുന്നത്. അപ്പം ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. അതുപോലെ തന്നെ മറ്റൊരാൾക്ക് ഉപകാരപ്പെടുമെന്ന് നിങ്ങൾക്ക് തോന്നുന്നതാണെങ്കിൽ തീർച്ചയായിട്ടും വീഡിയോ ഷെയർ ചെയ്യുക. അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാരാണെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യണമെന്ന് കൂടെ പറഞ്ഞുകൊണ്ട് ഇന്നത്തേക്ക് നിർത്തുന്നു. ബൈ, ടേക്ക് കെയർ.